സാംസങ് പറയുന്നതനുസരിച്ച് അവരുടെ ഈ വാച്ച് അൾട്രയ്ക്ക് -24 തണുപ്പ് വരെ സഹിക്കാൻ പറ്റുമെന്നാണ്. ആണോ? നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഈ ഗാലക്സി വാച്ച് അൾട്ര ഇങ്ങനെ ഊരിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുക്കിയിടാം. ഇനി ഫ്രീസർ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ്. റിസൾട്ട് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഈ വാച്ചിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എല്ലാം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഈ സാംസങ് ഗാലക്സി വാച്ച് അൾട്ര ആപ്പിൾ വാച്ച് അൾട്രയുടെ കോപ്പിയാണോ? ഞാൻ ഈ വാച്ചിൻ്റെ ലോഞ്ച് ഇവൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ലോഞ്ച് ഇവൻറ്റിൽ സാംസങ് ഈ ഒരു വാച്ച് ഫസ്റ്റ് ടൈം സ്ക്രീനിൽ കാണിച്ചപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു തരാം, ഞാൻ ഇങ്ങനെയായിരുന്നു, ഇത് ഞാൻ എവിടെയോ, ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെയായിരുന്നു. ഓക്കെ, അൾട്ര എന്ന പേരുണ്ടല്ലോ, അൾട്ര എന്ന പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്പിളിന് മുന്നേ സാംസങ് ആണ് ഉപയോഗിച്ചത്. അതായത് സാംസങ്ങിൻ്റെ മിക്ക എല്ലാ ഗാഡ്ജറ്റുകളുടെ ടോപ്പ് മോഡൽസിൻ്റെ പേരിൽ അൾട്ര ഉണ്ട്. അറിയാലോ, പണ്ടുണ്ടായിരുന്ന നോട്ടിൻ്റെ അൾട്ര, എസ് സീരീസിൻ്റെ അൾട്ര, ബുക്ക് അൾട്ര, ടാബ് അൾട്ര. സോ സ്വാഭാവികമാണ് സാംസങ് ഒരു ടോപ്പ് ലെവൽ വാച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പേര് അൾട്ര ആയിരിക്കും. ദാറ്റ് ഈസ് ഓക്കെ. ഈ വാച്ചിൻ്റെ മെയിൻ ബോഡിയുടെ ഷേപ്പ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. എന്നാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആപ്പിൾ വാച്ച് അൾട്രയുടെ സ്ട്രാപ്പ് ഉണ്ടല്ലോ, ആ സ്ട്രാപ്പിന്റെ ട്രേഡ് മാർക്ക് കളർ തന്നെ ഓറഞ്ച് ആണ്. എക്സാക്ട്ലി അതേ ഓറഞ്ച് ആണ് സാംസങ് ഇവിടെ ഇട്ട് തന്നിരിക്കുന്നത്. മെയിൻ കളറായിട്ട് വേണമെങ്കിൽ ബ്ലൂ നോക്കായിരുന്നു, റെഡ് നോക്കായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ബോറ പർപ്പിൾ ഒക്കെ ഉണ്ടല്ലോ, സാംസങ്ങിന്റെ ബോറ പർപ്പിൾ, അതൊക്കെ വേണമെങ്കിൽ ഇടായിരുന്നു. പക്ഷേ സാംസങ് തീരുമാനിച്ചത് ആ സെയിം ഓറഞ്ച് ആണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ ഒരു വാച്ചിന്റെ ഡിസൈനിന്റെ ഫസ്റ്റ് ലീക്ക് ഇമേജ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇതിന്റെ ഡിസൈൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു തരാം, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ, അതായത് ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഹുണ്ടയുടെ വർണ്ണ ഇല്ലേ, കാറും അതുപോലെയാണ്. ഓക്കെ, ആദ്യം ഫോട്ടോയിൽ കാണുമ്പോൾ എന്തോ പോലെ ആയിരിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, അങ്ങനത്തെ ഒരു ഡിസൈനാണ് സ്ക്വയർക്കൽ ഡിസൈൻ. അതായത് സ്ക്വയറും സർക്കിളും രണ്ടുമുള്ള ഡിസൈൻ ആയതുകൊണ്ടാണ് സ്ക്വയർക്കൽ ഡിസൈൻ എന്ന് വിളിക്കുന്നത്. ഈ വാച്ച് സപ്പോർട്ട് ചെയ്ത നിരവധി വാച്ച് ഫേസസ് ആണെങ്കിലും അതിലുള്ള ഡിസൈൻ ആണെങ്കിലും ഈവൻ ആനിമേഷൻസ് ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ, ക്രിസ്പ് ആൻഡ് കളർഫുൾ സൂപ്പർ ആംബ്ലോഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ തന്നിരിക്കുന്നത്. 3000 നിറ്റ്സ് വരെയുള്ള ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് വീട്ടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും, പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല. ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ നല്ല ക്ലിയർ ആണ്, എല്ലാം ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വാച്ച് ക്ലാസിക്കിലുള്ള ആ ഒരു സർക്കുലർ ബെസൽ കണ്ടോ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാച്ച് ക്ലാസിക്കിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ കുറേ റേറ്റിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ, മിലിറ്ററി ഗ്രേഡും റഗഡ് റേറ്റിംഗ് ഒക്കെ, അതൊന്നും കിട്ടൂല ഈ റൊട്ടേറ്റിംഗ് എലമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ. വാച്ചിന്റെ റൈറ്റ് സൈഡിൽ 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷനിലേക്ക് ഞാൻ പിന്നെ വരാം. 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്: ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം വൈറ്റ് ആൻഡ് ടൈറ്റാനിയം സിൽവർ. 47mm എന്ന ഏക സൈസിലാണ് ഈ ഒരു വാച്ച് വരുന്നത്. ഓക്കെ, സോ നല്ല മുട്ടൻ വാച്ചാണ്. എൻ്റെ റിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ആവറേജ് സൈസ് റിസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ വലിയ പ്രോബ്ലം ഇല്ല. എന്നാൽ നിങ്ങളുടെ റിസ്റ്റ് നല്ല തിൻ റിസ്റ്റ് ആണെങ്കിൽ ഇത് പൊന്തി നിൽക്കും തീർച്ചയായിട്ടും. ഗ്രേഡ് 4 ടൈറ്റാനിയം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈസിലി സ്ക്രാച്ച് ആവാത്ത സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ്, പ്രീമിയം ക്വാളിറ്റി ബട്ടൺസ്, ഈവൻ ഈ സ്ട്രാപ്പ് ഉണ്ടല്ലോ അതും നല്ല കിഡിലൻ ക്വാളിറ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വാച്ച് വാങ്ങുന്നില്ലെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, കയ്യിലിട്ട് നോക്കുക. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫീലാണ് കിട്ടുന്നത് ഫോർ ഷുവർ. പിന്നെ ഒരു അൾട്ര വാച്ച് ആണ്, സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ സർക്കിളിന് ചുറ്റുമുള്ള ഈ ഒരു സ്ക്വയർ കണ്ടോ, അതായത് നമ്മുടെ ഈ മെയിൻ വാച്ചിന്റെ ഏരിയ ഉണ്ടല്ലോ, അതിലേക്ക് സ്ക്രാച്ച് അല്ലെങ്കിൽ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡിസൈൻ തന്നിരിക്കുന്നത്. സോ നല്ല റഫ് ആൻഡ് ടഫ് ആൻഡ് സ്ട്രോങ് ബിൽഡ് ആൻഡ് ഡിസൈനിലാണ് വരുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു വാച്ച് അറിഞ്ഞുകൊണ്ടോ അറിയാതെ താഴെ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭിത്തിയിലൊക്കെ വരച്ചാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോഴ്സിൽ മുട്ടിയാൽ, അതായത് റഫായിട്ട് യൂസ് ചെയ്യാൻ നോക്കിയാൽ ഈ വാച്ചിനൊന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും ഡെന്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഒരു മൈന്യൂട്ട് സ്ക്രാച്ച് എൻ്റെ വാച്ചിനും വീണിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉള്ള സ്മാർട്ട് വാച്ച് ആണ്. ഓക്കെ, അതായത് നമ്മൾ കയ്യിലിടുമ്പോൾ അറിയാൻ പറ്റും വെയിറ്റ്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്താണെന്ന് അറിയില്ല, ഇതിൻ്റെ സ്ട്രാപ്പ് ആണോ അതോ ഈ വാച്ചിൻ്റെ വെയിറ്റ് ബാലൻസ് ആണോ എന്നറിയില്ല. നല്ല കംഫർട്ടബിൾ ആണ്, നിങ്ങൾ അറിയില്ല. ഞാനിത് ഫുൾ ഡേ ഇട്ട് നടന്നതാണ്. അതായത് ഈവൻ കുളിക്കുമ്പോഴും ഞാനിത് ഇട്ടുകൊണ്ടാണ് കുളിച്ചത്. കിടക്കുമ്പോൾ എന്തായാലും സ്ലീപ്പൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഇട്ടുകൊണ്ടാണ് കിടന്നത്. ഓക്കെ, വളരെ കംഫർട്ടബിൾ ആണ്, വെരി നൈസ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ മാക്സിമം 2.5 തൊട്ട് 3 ദിവസം വരെയുള്ള ബാറ്ററി ബാക്കപ്പ്, മാക്സിമം ബാറ്ററി ബാക്കപ്പ് ആണ് എനിക്ക് കിട്ടിയത്. ആ സമയത്ത് ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണെങ്കിലും കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണെങ്കിലും ഇതൊക്കെ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 1.25 തൊട്ട് 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്മാർട്ട് വാച്ചിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്. ആക്ച്വലി ഈ വാച്ചും പിന്നെ ആപ്പിളിന്റെ വാച്ച് അൾട്രയും തമ്മിൽ കമ്പയർ ചെയ്തവർ പറയുന്നതനുസരിച്ച് ഇതിൽ കുറച്ചും കൂടി അധികം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. എന്നാലും സാംസങ് പറയുന്നതനുസരിച്ച് ഈ വാച്ച് ഒരു റഗഡ് വാച്ചാണ്, അല്ലെങ്കിൽ അഡ്വഞ്ചറിന് വേണ്ടിയുള്ള വാച്ചാണ്. മല കയറാൻ പോകുമ്പോൾ കൊണ്ടുപോകാം, ഇതിട്ടുകൊണ്ട് കടലിൽ എടുത്ത് ചാടാം. പ്രോപ്പർ അഡ്വഞ്ചർ അല്ലെങ്കിൽ റഗഡ് സ്മാർട്ട് വാച്ചിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് ജസ്റ്റ് ആവറേജ് ആണ്. കാരണം ഈ റഗഡ്
സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, ഗാർമിൻ്റെ വാച്ചസ്. നല്ല എക്സ്പെൻസീവ് വാച്ചാണ്, 1 lakh rupees വരെ പോകാറുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കും പോകാറുണ്ട്. പക്ഷേ അതിൽ ഈസിലി നിങ്ങൾക്ക് 8 to 10 days വരെയുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടും. പക്ഷേ ഒരു നോർമൽ സ്മാർട്ട് വാച്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഗുഡ് ബാറ്ററി ബാക്കപ്പ് ആണ്. എന്നാൽ ചാർജിങ് ഉണ്ടല്ലോ, ചാർജിങ് 2.5 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട് ഈ ഒരു വാച്ച് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി. സാംസങ് ഇത് വളരെ ഭയങ്കര സ്ലോ ആണ്. ഇത് നിങ്ങളുടെ അൾട്രാ വാച്ചാണ്. തീർച്ചയായിട്ടും കുറച്ചും കൂടി ബെറ്റർ ഫാസ്റ്റർ ചാർജിങ് കൊടുക്കാമായിരുന്നു. ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ചാർജായി കിട്ടിയിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. അതിനോടൊപ്പം തന്നെ എൻ്റെ ബാക്കിൽ ഇതാ കണ്ടില്ലേ, എൻഹാൻസ്ഡ് സെൻസർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ചാർജിങ് വഴി ചാർജ് ചെയ്യാൻ പറ്റൂല. എന്ന് വെച്ചാൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വാച്ചസ് ഇല്ല, അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റൂല. ആദ്യം ചെറിയൊരു ആനിമേഷൻ കാണിക്കും, പിന്നെ അതായത് എഴുതി വരും. ഓക്കെ, സോ അതും ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും. മേളിലുള്ള ബട്ടൺ ബേസിക്കലി ഹോം ബട്ടൺ ആണ്, അതായത് പ്രസ് ചെയ്യുമ്പോൾ തിരിച്ച് ഹോം സ്ക്രീനിലേക്ക് വരും. ലോങ് പ്രസ് ചെയ്താൽ ഇതാ കണ്ടില്ലേ, ഗൂഗിൾ അസിസ്റ്റന്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. താഴെയുള്ളത് ബാക്ക് ബട്ടൺ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ സാംസങ് വാളറ്റും ആക്ടിവേറ്റ് ചെയ്യാം. ഈ സെൻറ്റർ ബട്ടണിനെ സാംസങ് ക്വിക്ക് ബട്ടൺ എന്നാണ് വിളിക്കുന്നത്. ബേസിക്കലി ആപ്പിൾ വാച്ച് അൾട്രയിലുള്ള ആക്ഷൻ ബട്ടൺ ഉണ്ടല്ലോ, അത് തന്നെയാണ് സംഭവം. സോ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വർക്കൗട്ട് മെനു ഓപ്പൺ ആവും. ഇഷ്ടം പോലെ വർക്കൗട്ട് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സെൻറ്റർ ബട്ടൺ അല്ലെങ്കിൽ ക്വിക്ക് ബട്ടൺ ഇങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ, വെയിറ്റ് ഫോർ ഇറ്റ്, ഇങ്ങനെ ഭയങ്കര ഒച്ചത്തിൽ സൈറൺ മുഴങ്ങും. സോ ബേസിക്കലി നമ്മൾ എമർജൻസി സിറ്റുവേഷനിലാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതായത് ഈ വൈബ്രേഷൻ, അതും അമേസിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വർക്കൗട്ട് റെക്കോർഡ് ചെയ്യും. ആ സമയത്ത് നല്ലൊരു വൈബ്രേഷൻ തന്നിട്ട് നമ്മളെ അറിയിക്കും. അതുപോലെ തന്നെ ഫോൺ കോൾസ്, നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. ഓക്കെ, വെരി നൈസ്. One UI 6 വാച്ച് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് Wear OS 5 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുമ്പോഴും ഇതിലുള്ള പല ഫീച്ചേഴ്സ് നമ്മൾ ആക്സസ് ചെയ്യുമ്പോഴും ഈവൻ ആനിമേഷൻസ് ആണെങ്കിലും പ്രോപ്പർ അൾട്രാ വാച്ച് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. മൾട്ടി സ്പോർട്സ് മോഡ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഒരേ സമയത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും. എനർജി സ്കോറിന്റെ ഫീച്ചർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് വെച്ച് ECG ആൻഡ് ബ്ലഡ് പ്രഷർ, BP മെഷർമെന്റ് ഒക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, ഈ BP ആണെങ്കിലും ECG ആണെങ്കിലും അത് എടുക്കണമെങ്കിൽ സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണം. കാരണം സാംസങ് ഹെൽത്ത് മോണിറ്റർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഗാലക്സി സ്റ്റോറിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മെഷർമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ ആക്ടിവിറ്റി ട്രാക്കിങ്ങിന് വേണ്ടി മാത്രമാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ യൂസ് ചെയ്തിട്ടില്ല ജഡ്ജ് ചെയ്യേണ്ടത്. യെസ്, വാച്ച് എന്തെങ്കിലും ഓഫ് റീഡിംഗ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടറിനെ സമീപിക്കാം. അല്ലാതെ ഇത് ആക്ച്വൽ മെഡിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കരുത്. പിന്നെ ഈ 2 ബട്ടൺസിൻ്റെ മേളിലായി ഇങ്ങനെ വിരൽ വെച്ച് കൊടുത്താൽ നമുക്ക് ബോഡി കോമ്പോസിഷൻ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ AGES അല്ലെങ്കിൽ ഏജസ് എന്നൊരു ഫീച്ചർ ഉണ്ട്. ബേസിക്കലി നമ്മുടെ ആക്ച്വൽ ഏജ് ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു ഫിറ്റ്നസ് ഏജ് ഉണ്ട്. ഈ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതായത് നിങ്ങൾ എത്രമാത്രം ഹെൽത്തി ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ എത്രയാണ്, അത് ഈ ഒരു മെട്രിക് പറഞ്ഞു തരും. പിന്നെ ഈ വാച്ച് ഡബിൾ പിഞ്ചിന്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈമർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഡബിൾ പിഞ്ച് ചെയ്യാം, കോൾ ആൻസർ ചെയ്യാം, ഫോട്ടോസ് എടുക്കാം, മ്യൂസിക് പ്ലേ പോസ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ഫീച്ചർ ആണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് മെയിൻ വാച്ച് ഫേസ്, ഇതാണ് അതിന്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അത് സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചാൽ ബാറ്ററി പെട്ടെന്ന് തീരും. വെയിറ്റ് റേസിന്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റ് ആണ്, ഭയങ്കര ആക്യുറേറ്റ് ആണ്. ഓക്കെ, ഒരു അൾട്രാ വാച്ച് ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, LTE സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലുള്ള സിം ഉണ്ടല്ലോ, അത് ഡയറക്ട്ലി ഇവിടെ നമുക്ക് ഈ സിം ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വേറെ സിമ്മും കാര്യങ്ങൾ നമ്പറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജിയോ ഡയറക്ട്ലി ഈ വാച്ചിൽ യൂസ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഡേറ്റ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോൺ കോൾസും പോകുന്നുണ്ട്. സോ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഫോൺ ഇല്ലെങ്കിലും നോ ഇഷ്യൂസ്. മിക്ക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു വാച്ചിൽ നിന്ന് ചെയ്യാൻ പറ്റും. പിന്നെ NFC ഉള്ളതുകൊണ്ട് ദാ ഇങ്ങനെ വളരെ ഈസിലി നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ, സാംസങ് പേ ഉപയോഗിച്ച് ഈസിലി ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ എനിക്കൊരു വലിയ കംപ്ലൈൻറ്റ് അല്ല, ഒരു ഇറിറ്റേഷൻ എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഒരു തവണ ഈ സാംസങ് പേയുടെ ഫീച്ചർ ഇവിടെ ആക്ടിവേറ്റ് ചെയ്താൽ പിന്നെ ഒരു പിൻ വരും. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, സെക്യൂരിറ്റിയും പ്രൈവസിയൊക്കെ നല്ലതാണ്, കാരണം കാശിൻ്റെ ആണല്ലോ ട്രാൻസാക്ഷൻ. പക്ഷേ ആ പിൻ എല്ലായിടത്തും ഉണ്ട്. അതായത് ഈവൻ സ്റ്റെപ്സ്, ഞാൻ ഈ വാച്ച് ഫേസിൻ്റെ മേളിൽ കണ്ടില്ലേ, സ്റ്റെപ്സ് നോക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും പിൻ വരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ സംഭവം ലോക്ക് ആവും. സോ ഈ ലോക്കിംഗ് സിസ്റ്റം ഭയങ്കര ഇറിറ്റേഷൻ ആണ്. എപ്പോഴും അൺലോക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് നേരം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇത് എല്ലായിടത്തും കൊണ്ടിടേണ്ട ആവശ്യമില്ല. സോ ഐ ഹോപ്പ് നെക്സ്റ്റ് അപ്ഡേറ്റിൽ സാംസങ് ഈ ഒരു പിന്നിൻ്റെ സംഭവം സോൾവ് ചെയ്യും, കാരണം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. പിന്നെ ഡ്യുവൽ ഫ്രീക്വൻസി GPS ഉള്ളതുകൊണ്ട് GPS, അതായത് നമ്മൾ ലൊക്കേഷനൊക്കെ നല്ലോണം ട്രാക്ക് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി നമ്മൾ റണ്ണിങ്, സൈക്ലിങ്ങിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ, ഈവൻ വാക്കിങ്ങിന് വേണ്ടി പോകുമ്പോഴൊക്കെ നമ്മുടെ GPS ഇതാ കണ്ടില്ല നല്ലോണം ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാലോ, സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് 2 ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്, സാംസങ് വിയറബിൾസ് ആൻഡ് സാംസങ് ഹെൽത്ത്. സാംസങ് വിയറബിൾസിൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുക. അതായത് സ്ലീപ്പ് ആണെങ്കിലും വർക്കൗട്ട് ആണെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞ മെട്രിക്സ് ഒക്കെ AGES ആണെങ്കിലും ഹെൽത്ത് സ്കോർ ഒക്കെ എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ക്ലിയർലി ആൻഡ് ഡീറ്റെയിൽ അറിയാൻ പറ്റും. സോ വൺ ഓഫ് ദി ബെസ്റ്റ് ആപ്ലിക്കേഷൻസ് ആണ് ആക്ച്വലി ഫോർ സ്മാർട്ട് വാച്ചസ്. സോ നമ്മുടെ വാച്ച് എന്തായെന്ന് നോക്കാം. യെസ്, ഐസ് കട്ടയായി മാറിയിട്ടുണ്ട്. സ്ക്രീനൊക്കെ ലൈറ്റപ്പ് ആവുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇങ്ങനെ മുകളിലേക്ക് ചെയ്യുമ്പോൾ സ്ക്രീൻ ലൈറ്റപ്പ് ആവുന്നുണ്ട്. ഇതാ ചുറ്റിക 1 2
ചറപറാടി, കുറച്ചും കൂടി ഐസ് ബാക്കിയുണ്ട്. സോ സ്ക്രീനൊക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. സോ എക്സ്പെരിമെൻറ്റ് സക്സസ്. സോ ഈ ഗാലക്സി വാച്ച് അൾട്രയുടെ പ്രൈസ് ആണ് 59,999 രൂപ. കൂടെ 6,000 രൂപയുടെ ഡിസ്കൗണ്ടും ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു അൾട്രാ വാച്ചിന്റെ അൾട്രാ ഫീച്ചേഴ്സും പിന്നെ ഈ അൾട്രാ ലുക്ക് ഒന്നും വേണ്ടെങ്കിൽ എൻ്റെ സജഷൻ ആയിരിക്കും സാംസങ്ങിന്റെ ഗാലക്സി വാച്ച് 7 ഉണ്ടല്ലോ, അത് ചെക്ക്ഔട്ട് ചെയ്യുക. കാരണം ഇതിന്റെ പ്രൈസ് 60,000 റുപ്പീസ് ആണ്. ഇതിന്റെ ഓൾമോസ്റ്റ് പകുതി പ്രൈസിൽ നിങ്ങൾക്ക് വാച്ച് 7 കിട്ടും. ഇതിലുള്ള മിക്ക എല്ലാ ഫീച്ചേഴ്സ് ആ ഒരു വാച്ചിലും കിട്ടുന്നുണ്ട്. ആപ്പിളിന്റെ ലോകത്തിൽ അതാണ്, അതായത് വാച്ച് അൾട്രാ 2 ആയിരിക്കും ബെസ്റ്റ് വാച്ച്. ദിസ് ഇസ് ദി ബെസ്റ്റ് വാച്ച് ഇൻ ആൻഡ്രോയിഡ് വേൾഡ്. അതായത് വെയർ OS ഉള്ള വാച്ചുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദി ബെസ്റ്റ് വാച്ച്. എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാംസങ് ഇവിടെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഐ റിയലി ലൈക്ക് ദിസ് വാച്ച്. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.